പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടത് എന്താണ്? ഒന്നാമതായി വേണ്ടതെന്താണ്? സ്വന്തം കഴിവിലുള്ള വിശ്വാസം, ആത്മവിശ്വാസം. എനിക്ക് പഠിക്കാൻ കഴിയും എന്ന വിശ്വാസം, എനിക്ക് ധീരമായി പരീക്ഷയെ നേരിടാൻ കഴിയും എന്ന വിശ്വാസം, പാറ പോലെ ഉറച്ച വിശ്വാസം. പക്ഷേ മാമ, ഒരു സംശയം. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ കഴിവില്ല. കഴിവില്ലെന്ന് എനിക്കറിയാം, പിന്നെ എങ്ങനെ ആത്മവിശ്വാസമുണ്ടാകും? കഴിവുള്ളവനല്ലേ ആത്മവിശ്വാസമുണ്ടാകൂ? കൊച്ചു മുഹമ്മദിന് കഴിവില്ലെന്ന് കൊച്ചു മുഹമ്മദ് എങ്ങനെ അറിഞ്ഞു? അത് ചെറുപ്പം മുതൽ എങ്ങനെയോ എനിക്കത് മനസ്സിലായി. മറ്റുള്ളവർ എന്നേക്കാൾ കഴിവ് കൂടിയവരാണ്. ഓരോ പരീക്ഷയിലും എനിക്ക് മാർക്ക് കുറവ് കിട്ടിയപ്പോൾ എനിക്ക് കഴിവ് കുറവാണെന്ന് എനിക്ക് തീർച്ചയായി. ഞാൻ ആരാണ്? വെറുമൊരു സാധാരണക്കാരൻ, ഒരു കൂലിവേലക്കാരൻ്റെ മകൻ, ഒരു ശരാശരിക്കാരൻ. ഇതാണ് എൻ്റെ ഉള്ളിലിരിപ്പ്. എനിക്ക് പരിചയമില്ലാത്തവരെ നേരിടാൻ തന്നെ ഭയമാണ്. കഷ്ടം തന്നെ. കൊച്ചു മുഹമ്മദിനെ പോലെ ചിന്തിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്, മുതിർന്നവരുമുണ്ട്. അവർക്ക് ഒരു തരം മനോരോഗമാണ്. താൻ മറ്റുള്ളവരിലും മോശക്കാരനാണ് എന്ന വിചാരം. അധമ മനോഭാവം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു കാര്യം ആദ്യം തന്നെ അറിയുക. എനിക്ക് സമാനനായി ഞാൻ മാത്രമേയുള്ളൂ. നിങ്ങൾക്ക് സമാനമായി നിങ്ങൾ മാത്രമേയുള്ളൂ. ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനമുണ്ട്, വ്യക്തിത്വമുണ്ട്, പ്രത്യേകതകളുണ്ട്, കഴിവുകളുണ്ട്. ആരും മറ്റൊരാൾക്ക് പകരമാകുന്നില്ല. കടലിലെ ഒരു തുള്ളി വെള്ളം, കടൽ തീരത്തെ ഒരു തരി മണൽ, ആയിരങ്ങളിൽ ഒരുവൻ മാത്രം. ഞാനില്ലാതായാൽ തന്നെ എന്ത്? കൊച്ചു മുഹമ്മദ് കവിത എഴുതുമോ? കവിത നന്നായിരിക്കുന്നു. അധമ മനോഭാവക്കാരൻ്റെ മനോഭാവം വ്യക്തമാക്കുന്നു. എന്നാൽ അതിലെ ആശയം പരിപൂർണമായും തെറ്റാണ്. അതെന്താണ് മാമ അങ്ങനെ പറഞ്ഞത്? പറയാം. ഓരോ മനുഷ്യനെയും സൂക്ഷിച്ചു നോക്കൂ. അതുപോലെ മറ്റൊരാളെ കാണാനാവില്ല. ഇരട്ടകൾക്ക് പോലും വ്യത്യാസമുണ്ടാകും. ഒരാളുടെ വിരലടയാളം മറ്റൊരാളുടേതുപോലെയല്ല. ഇത് മനുഷ്യരുടെ മാത്രം കാര്യമല്ല. ഈ ലോകത്ത് എന്തിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. ജീവനുള്ളതിനും ഇല്ലാത്തതിനും. സ്ഥാനവും മഹത്വവും മനുഷ്യന് മനസ്സിലാക്കാൻ കാലമേറെ എടുക്കുന്നു എന്ന് മാത്രം. എത്രയെത്ര സസ്യങ്ങളിലെ എത്രയോ മരുന്നുകൾ ഇനിയും കണ്ടുപിടിക്കാൻ കിടക്കുന്നു. ഓരോ തരം പുല്ലിനും പൂപ്പിനും എന്തെന്ത് അത്ഭുത സിദ്ധികളുണ്ടെന്ന് ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നു. ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതോടെ കണ്ടെത്താനുള്ളത് കൂടുതലാണ് എന്ന് അറിഞ്ഞുകൊണ്ടുമിരിക്കുന്നു. അത്ഭുതകരമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ജനിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം. ഇവിടെ നമുക്ക് ഒരു സ്ഥാനമുണ്ട്, മഹത്തായ സ്ഥാനം. കൊച്ചു മുഹമ്മദിനുമുണ്ട്, എനിക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. എല്ലാവർക്കും കഴിവുകളുമുണ്ട്, അനേകം കഴിവുകളുണ്ട്. അവയെ വളർത്തണം, ഉപയോഗിക്കണം. അപ്പോൾ മാത്രമേ വിജയിക്കൂ. പരീക്ഷയിലും ജീവിതത്തിലും തനിക്ക് കഴിവില്ലെന്ന്, ബുദ്ധിയില്ലെന്ന് ചിലർ എങ്ങനെയോ ധരിച്ചു വശാകുന്നു. ആ അധമ മനോഭാവം അവരെ പിന്നോട്ട് വലിക്കുന്നു. ആദ്യം തന്നെ ആ വിഡ്ഢിവിശ്വാസം വലിച്ചെറിയുക. സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറയാറുണ്ട്: വിശ്വസിക്കുക, നിങ്ങൾ എല്ലാവരും എൻ്റെ ചുണക്കുട്ടികളാണ്. മഹത്തായ കർമ്മങ്ങൾ ചെയ്യാൻ ജനിച്ചവരാണ്. നായ്ക്കുട്ടികളുടെ കുര നിങ്ങളെ ഭയപ്പെടുത്താതിരിക്കട്ടെ. ഇടിമുഴക്കം പോലും പേടിപ്പിക്കാതിരിക്കട്ടെ. എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക. നിങ്ങളുടെ രാജ്യത്തിന് ധീരന്മാരെ ആവശ്യമുണ്ട്. ധീരന്മാരാവുക. പാറ പോലെ ഉറച്ചു നിൽക്കുക. പിന്തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. മുന്നോട്ട്. നമുക്ക് അനന്തമായ ഊർജമാണ് ആവശ്യം, അനന്തമായ ആവേശം, അനന്തമായ ക്ഷമ. അപ്പോൾ മാത്രമേ മഹത്തായ നേട്ടങ്ങളുണ്ടാകൂ. ഉണരുക, ധീരരാവുക, ശക്തരാവുക. സ്വന്തം ചുമലിൽ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുക. നിങ്ങളുടെ വിധി നിങ്ങളാണ് നിശ്ചയിക്കുന്നത് എന്നറിയുക. നിങ്ങൾക്കു വേണ്ട ശക്തി മുഴുവൻ നിങ്ങളിലുണ്ടെന്ന് അറിയുക. നിങ്ങളുടെ ഭാവി നിങ്ങൾ തന്നെ സൃഷ്ടിക്കുക. മാമ, ഇത് ഞങ്ങൾക്കു വേണ്ടി സ്വാമി വിവേകാനന്ദൻ പ്രത്യേകമായി എഴുതിയതുപോലെയുണ്ടല്ലോ. ഞങ്ങൾക്ക് നെഞ്ചുവിരിച്ച് തല ഉയർത്തി മുന്നോട്ടു പോകാൻ ധൈര്യം കിട്ടിയതുപോലെ. അതെ,
അതുതന്നെയാണ് വേണ്ടത്. നായ്ക്കളുടെ കുര കേട്ട് പേടിക്കുന്നത് പോലെയാണ് പരീക്ഷകളെയും പേടിക്കുന്നത്. ധീരരായാൽ, എനിക്ക് കഴിവുണ്ടെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നവരായാൽ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലെത്തിക്കഴിഞ്ഞു. പക്ഷേ മാമ, എന്താ കൊച്ചു മുഹമ്മദിന് വീണ്ടും ഒരു ശങ്ക? മാമൻ പറഞ്ഞത് എനിക്കും പൂർണ്ണമായി വിശ്വാസമായി. എന്നാലും ഇത്രയും നാൾ എനിക്ക് കഴിവില്ലെന്ന് വിശ്വസിച്ച് കഴിഞ്ഞതല്ലേ, പെട്ടെന്ന് ആ വിശ്വാസത്തിൽ നിന്നും കരകയറാനാകുമോ? ഇടയ്ക്കിടെ പഴയ പേടി മനസ്സിലുണ്ടാകില്ലേ? ഉണ്ടാകും. ഏറെ നാൾ കൊണ്ടുനടന്ന മണ്ടൻ വിശ്വാസമല്ലേ. ഒറ്റ ദിവസം കൊണ്ട് അതിൽ നിന്നും കരകയറാൻ പറ്റില്ല. അപ്പോൾ ഞാനെന്താണ് ചെയ്യേണ്ടത് മാമ? പടിപടിയായി മാറണം, ധീരനാകണം, ആത്മവിശ്വാസം പാറ പോലെ ഉറപ്പിക്കണം. ആട്ടെ, കൊച്ചു മുഹമ്മദിന് ഇപ്പോൾ സ്വന്തം കഴിവിൽ വിശ്വാസം തോന്നുന്നുണ്ടോ? ഉണ്ട്. അതുമതി. അങ്ങനെ മുന്നോട്ട് പോവുക. ഇടയ്ക്ക് പഴയ പേടി തലപൊക്കും, അധമബോധം ഉണരും. അപ്പോൾ അതിനെ അതിജീവിക്കണം. എനിക്ക് കഴിവുണ്ട്, ഞാൻ പേടിച്ച് പുറകോട്ട് പോകുന്നവനല്ല, ഞാൻ മറ്റുള്ളവരെ പോലെ മിടുക്കനാണ്. ഇങ്ങനെ സ്വയം പല പ്രാവശ്യം പറയുക, മനസ്സിൽ പറയുക. അപ്പോൾ ധൈര്യം വീണ്ടു കിട്ടും. അങ്ങനെ സ്വയം മാറണം അല്ലേ മാമ? അതെ. പരിചയമില്ലാത്തവരെ കാണുമ്പോൾ അവരെ നേരിടാൻ മടി തോന്നാം. അപ്പോൾ സ്വയം പറയുക, ഇത് പഴയ പേടിത്തൊണ്ടൻ കൊച്ചു മുഹമ്മദല്ല, ഇത് ധീരനായ കൊച്ചു മുഹമ്മദാണ്. അങ്ങനെ സ്വയം പറഞ്ഞ് ധൈര്യം വീണ്ടെടുത്ത് അവരോട് സംസാരിക്കുക. അതോടെ പേടി പമ്പ കടക്കും. പഠിക്കുമ്പോഴും ഇങ്ങനെ വേണം അല്ലേ മാമ? അതെ. എനിക്ക് കഴിവുണ്ട്, ഞാൻ പഠിക്കും. എന്നേക്കാൾ കഴിവ് കുറഞ്ഞ എത്രയോ പേർ പഠിച്ച് മിടുക്കരായിട്ടുണ്ട്. ഞാനും പഠിച്ച് മിടുക്കനാകും, എനിക്കതിന് കഴിയും. അങ്ങനെ പറഞ്ഞ് സ്വയം വിശ്വസിച്ച് പഠിക്കണം. പരീക്ഷയും എഴുതണം. അപ്പോൾ നല്ല വിജയമുണ്ടാകും. 1-2 വിജയങ്ങളോടെ പഴയ പേടിയും അധമബോധവും ഇല്ലാതാകും. പുതിയ ധീരനായ കൊച്ചു മുഹമ്മദ് ജനിക്കും. അത് ഞാൻ ഏറ്റുമാമ. ധീരനായ കൊച്ചു മുഹമ്മദ്. ഈ ഞാൻ അങ്ങനെയാകും മാമ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടുവന്നത്? പരീക്ഷയിൽ വിജയിക്കാൻ ഒന്നാമതായി വേണ്ടത് ആത്മവിശ്വാസമാണെന്ന്. അതെ, സ്വന്തം കഴിവിൽ വിശ്വാസം. എനിക്ക് പഠിച്ച് പരീക്ഷകളെ നന്നായി നേരിടാനാകുമെന്ന ഉറച്ച വിശ്വാസം അല്ലേ? അതെ. ചിലർക്ക് ഈ ആത്മവിശ്വാസം കാണും, സ്വന്തം കഴിവിൽ വിശ്വാസം കാണും. പക്ഷേ അവർ പഠിക്കില്ല. അവർക്ക് പഠിക്കാൻ തോന്നുകയില്ല. അതെന്താ മാമ അങ്ങനെ? അവർക്ക് പരീക്ഷയിൽ വിജയിക്കണമെന്ന ശക്തമായ ആഗ്രഹമില്ല, തീവ്രമായ അഭിലാഷമില്ല. ഓ, അതും വേണമല്ലേ മാമ? വേണം. പരീക്ഷയാണ് നമ്മുടെ കഴിവുകളെ അളക്കുന്നത്. അതിലെ വിജയം നമ്മുടെ ഭാവിയെ ബാധിക്കും. കൊച്ചു മുഹമ്മദിനെ പോലെയുള്ളവർക്ക് പഠനത്തിലൂടെയേ നല്ല ഉദ്യോഗവും മറ്റും ലഭിക്കൂ. പരീക്ഷയിലെ വിജയം ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. വിജയിച്ചാലേ നമുക്ക് വിലയുള്ളൂ. അതുകൊണ്ട് എനിക്കും വിജയിക്കണം. ഇങ്ങനെ ശക്തമായ ഒരു ആഗ്രഹം തോന്നണം, അതിതീവ്രമായ അഭിലാഷം. അതുണ്ടായാലോ മാമ? അതുണ്ടായാൽ നാം നമ്മുടെ കഴിവുകൾ മുഴുവൻ പഠനത്തിനായി ഉപയോഗിക്കും. ഊർജം മുഴുവൻ പഠിക്കാനായി ചിലവഴിക്കും. വിജയം, 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 അതാകും നമ്മുടെ ചിന്ത. അപ്പോൾ എത്ര അധ്വാനിക്കാനും നമുക്ക് കഴിവുണ്ടാകും. നമ്മുടെ ശ്രദ്ധ പതറിപ്പോവുകയില്ല. നമ്മുടെ കഴിവും ഊർജവും ശ്രദ്ധയും എല്ലാം പരീക്ഷയെ നേരിടാൻ നാം ഉപയോഗിക്കും. അത്ര തീവ്രമാണ് അതിനുള്ള നമ്മുടെ ആശ. അപ്പോൾ TV കാണാനും ഉഴപ്പി നടക്കാനുമൊന്നും നമുക്ക് തോന്നുകയില്ല. ഇക്കാര്യം അമ്മ എന്നോടും പണ്ട് പറഞ്ഞതാണ്. പക്ഷേ അന്ന് വിശ്വാസം വന്നില്ല. എന്നാൽ ഇപ്പോൾ വിശ്വസിച്ചോളൂ. മറ്റാരും ആഗ്രഹിച്ചതുകൊണ്ട് നിങ്ങൾ പഠിക്കുകയില്ല. അതിന് നിങ്ങൾ തന്നെ ആഗ്രഹിക്കണം. നിങ്ങൾക്ക് തോന്നണം, ഈ പരീക്ഷയിൽ വിജയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന് തോന്നണം. അപ്പോൾ താനേ പഠിക്കും. അച്ഛനും അമ്മയ്ക്കും വേണ്ടി പഠിച്ചാൽ പോരെന്ന്, എനിക്ക് വേണ്ടി പഠിക്കണമെന്ന് അല്ലേ മാമ? അതെ മാമ, എനിക്ക് വേണ്ടിയാ ഞാൻ പഠിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് ഏറെ നേരം പഠിക്കാൻ തോന്നാറില്ല. കുറച്ചു നേരം പഠിച്ചു കഴിയുമ്പോൾ കളിക്കാൻ പോകണമെന്ന് തോന്നും, TV കാണണമെന്നും തോന്നും, അല്ലെങ്കിൽ മൊബൈൽ നോക്കാൻ തോന്നും, അതുമല്ലെങ്കിൽ ഉറങ്ങാൻ തോന്നും. അതിതീവ്രമായ അഭിലാഷം വേണം. പഠിക്കണമെന്ന്, പരീക്ഷയിൽ വിജയിക്കണമെന്ന് അതിശക്തിയായി തോന്നണം. അപ്പോൾ പഠിപ്പ് മടുക്കുകയില്ല, കളിക്കാൻ പോകാൻ തോന്നുകയില്ല. ഒരു ഉദാഹരണം പറയാം. രസമുള്ള ഒരു കാർട്ടൂൺ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കളിക്കാൻ പോകാൻ തോന്നുമോ? ഇല്ല. എന്തേ കാരണം? കാർട്ടൂൺ ഫിലിം കണ്ടു തീർക്കാനുള്ള ആഗ്രഹം വളരെയേറെ ശക്തമാണ്. കളിക്കാൻ ഇഷ്ടമാണെങ്കിലും കളിക്കാൻ പോകേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം അതാണ്. പഠനകാര്യത്തിലും ഇതാകണം അവസ്ഥ. പഠിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ പ്രതിജ്ഞയെടുക്കുക. അതിനായി ശക്തമായി തീരുമാനിക്കുക. അപ്പോൾ മനസ്സും ശരീരവും അതിലേക്ക് പൂർണ്ണമായും തിരിയും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരീക്ഷയിൽ കഷ്ടിച്ചു ജയിച്ചാൽ മതിയോ?
പോര മാമ, നന്നായി വിജയിക്കണം, ഒന്നാമതായി പാസ്സാകണം. അതെ, അതാകണം ലക്ഷ്യം, ഒന്നാമതായി പാസ്സാവുക. അതായത് ലക്ഷ്യം ഉന്നതമാകണം, എന്നാലേ ഉന്നതമായ വിജയമുണ്ടാകൂ. മഹത്തായ ലക്ഷ്യം, അത്യുന്നതമായ ലക്ഷ്യം. പരീക്ഷയിലും ജീവിതത്തിലും ലക്ഷ്യം വലുതായാലേ നേട്ടവും വലുതാകൂ. പക്ഷേ മാമ, എല്ലാവർക്കും ഒന്നാമനാകാൻ പറ്റുമോ? എനിക്കും അതാ മാമ സംശയം. ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടാത്തതിന് അടിയും വഴക്കും വാങ്ങി ഞാൻ മടുത്തു. ഒരാൾക്കല്ലേ ഫസ്റ്റാകാൻ പറ്റൂ? നല്ല സംശയമാണ്, മറുപടി പറയാം. ഒരാൾക്കേ ക്ലാസ്സിൽ ഫസ്റ്റാകാൻ പറ്റൂ. ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങാത്തതിന് തല്ലുന്നത് ക്രൂരമാണ്. ഫസ്റ്റ് കിട്ടാത്തത് കുറ്റമായി കാണണ്ട. ക്ലാസ്സിലെ ഫസ്റ്റ് അല്ല പ്രശ്നം, ഏറ്റവും നന്നായി പഠിക്കുക എന്നതാണ്. ഒന്നാമനാവുക എന്നാൽ അത്രയേറെ അർത്ഥമുള്ളൂ. ഏറ്റവും ഭംഗിയായി പഠിക്കുക. ഏറ്റവും നന്നായി പഠിക്കുമ്പോൾ ഏറ്റവും നന്നായി ആസ്വദിക്കും, ഏറ്റവും നന്നായി മനസ്സിലാക്കും, ഏറ്റവും നന്നായി വളരും. ഭാവിയിൽ നിങ്ങൾക്ക് മഹത്തായ നേട്ടങ്ങളുണ്ടാകും. നിങ്ങളെക്കൊണ്ട് ലോകത്തിനും നേട്ടമുണ്ടാകും. പക്ഷേ മാമ, ഒരു സംശയം. അണ്ണാൻ വളർന്നാൽ ആനയോളം വരുമോ? ഞങ്ങൾ സാധാരണക്കാരുടെ മക്കളല്ലേ, സാധാരണ സ്കൂളിൽ പഠിക്കുന്നവരല്ലേ. ഞങ്ങൾ എത്ര നന്നായി പഠിച്ചാലും അത്ര ഉയരത്തിലെത്തുമോ? നല്ല സംശയം തന്നെ. പട്ടണത്തിൽ പഠിക്കുന്ന പണക്കാരുടെ മക്കൾ മാത്രമേ വലിയ നിലകളിൽ എത്തൂ എന്നാണോ? ആ ധാരണ തെറ്റാണ്. അത് തെളിയിക്കുന്ന ഒരു കഥ പറയാം. ഒരു കുട്ടിയുടെ കഥയാണ്. നിങ്ങളെക്കാളെല്ലാം പാവപ്പെട്ടവനായിരുന്നു അവൻ. ഒരു അടിമ കുടുംബത്തിലാണ് അവൻ ജനിച്ചത്. അടിമകളുടെ കുടുംബമോ? അതെ, അവൻ കറുത്ത വർഗക്കാരനായിരുന്നു. ഒരു കാലത്ത് കറുത്തവർ അമേരിക്കയിൽ അടിമകളായിരുന്നു. അക്കാലത്താണ് അവിടെ വെർജീനിയയിൽ 1856 ആ കുട്ടി ജനിച്ചത്. ഓ, അവനുമായി താരതമ്യപ്പെടുത്തിയാൽ ഞങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണല്ലേ മാമ? സംശയമില്ല. അവൻ്റെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യമായിരുന്നു. ആഹാരം കിട്ടുന്ന ദിവസങ്ങൾ കുറവ്. ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ അച്ഛനും മരിച്ചു. അമ്മയെ മറ്റൊരാൾ വിവാഹവും കഴിച്ചു. ആ രണ്ടാനച്ഛനോ അവനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പു ഫാക്ടറിയിൽ ജോലിക്കും വിട്ടു. പാവം കുട്ടി. ഒഴിഞ്ഞ വയറുമായി സാർട്ട് ഫർണസിൽ പണിയെടുക്കുമ്പോൾ റോഡിലൂടെ വെള്ളക്കാരുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് അവൻ കണ്ടു. അവൻ്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു കവിഞ്ഞു. സ്കൂളിൽ പോകാൻ, പുസ്തകം കയ്യിലെടുക്കാൻ, പഠിക്കാൻ, വളരാൻ അവൻ അതിയായി മോഹിച്ചു. പക്ഷേ ഇത്ര മോശമായ പരിതസ്ഥിതിയിൽ ആർക്കെങ്കിലും പഠിച്ചു വളരാൻ പറ്റുമോ മാമ? പറ്റും. അത്ര തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ. എനിക്ക് പഠിക്കണം, പഠിക്കണം എന്ന അതിശക്തമായ ആശയുണ്ടെങ്കിൽ തടസ്സങ്ങളെ തട്ടിമാറ്റി പഠിച്ചു മുന്നേറാൻ കഴിയും. മാമ, കഥയുടെ ബാക്കി പറയൂ. വിശപ്പ് സഹിച്ച് പണിയെടുക്കുമ്പോഴും അവൻ പുസ്തകത്തെ സ്വപ്നം കണ്ടു. ഒരു പുസ്തകം കിട്ടിയിരുന്നെങ്കിൽ, ഒരു അക്ഷരം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു വാക്ക് കൂട്ടി വായിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ. അവൻ അങ്ങനെ മോഹിച്ചു. അവൻ്റെ ആഗ്രഹം അമ്മയറിഞ്ഞു. അമ്മ ഇവിടെ നിന്നോ ഒരു പുസ്തകം തേടിപ്പിടിച്ചു കൊടുത്തു. അതൊരു അക്ഷരപുസ്തകമായിരുന്നു. അക്ഷരങ്ങളും ചില വാക്കുകളും അതിൽ അച്ചടിച്ചിരുന്നു. സ്പെല്ലിംഗ് പഠിപ്പിക്കാനുള്ള പഴയ കീറിപ്പറിഞ്ഞ ഒരു പുസ്തകം. വിശന്ന് പൊരിഞ്ഞു നിൽക്കുന്നവന് ആഹാരം കിട്ടിയ ഭാവമായിരുന്നു അവന്. അവൻ അത്യാർത്തിയോടെ അതിൽ അക്ഷരങ്ങൾ നോക്കിക്കണ്ടു. എഴുതി പഠിച്ചു. അവനെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. എന്നിട്ടും അവൻ തനിയെ പഠിച്ചു. ഒരു ബോറടിയുമില്ലാതെ പഠിച്ചു. മാമ, ഇങ്ങനെയൊരു കുട്ടിയുടെ കഥ ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ പഠിക്കാനുണ്ട്. ബുക്കർ ടി വാഷിങ്ടൻ്റെ കഥയാണത്. ആ കഥയാണ് മാമൻ പറഞ്ഞു തുടങ്ങിയതും. അതെയോ? ആ കഥ ആവേശകരം തന്നെയാ മാമ. അവൻ അവസാനം സ്കൂളിൽ ചേർന്നു. രാവിലെ സാർട്ട് ഫർണസിൽ ജോലി ചെയ്യും. പിന്നെ സ്കൂളിൽ പോകും. വൈകിട്ട് വന്നിട്ട് വീണ്ടും ജോലിക്ക് പോകും. അങ്ങനെ കഷ്ടപ്പെട്ടു പഠിച്ചു. കേട്ടോ കൂട്ടുകാരെ, ദീപ പറഞ്ഞത്? കഷ്ടപ്പെട്ടു പഠിച്ചെന്ന്. അങ്ങനെ പഠിച്ചു പഠിച്ച് ഡിഗ്രി എടുത്തു. സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി. ജനനേതാവായി. സ്വന്തം വർഗക്കാർക്കു വേണ്ടി പൊരുതി. മാമ, ഇപ്പോൾ ഞങ്ങളുടെ സംശയം മാറി. ഞങ്ങൾക്കും ശ്രമിച്ചാൽ നന്നായി പഠിക്കാൻ പറ്റും. ഞങ്ങളുടെ ചുറ്റുപാട് അത്ര മോശമല്ല. ഞങ്ങൾക്ക് പഠിക്കാൻ പല സൗകര്യങ്ങളും ഉണ്ട്. ശരിയാണ് രാജു പറഞ്ഞത്. എനിക്ക് എന്തൊക്കെ സൗകര്യങ്ങളില്ല എന്നു പരാതി പറഞ്ഞ് സങ്കടപ്പെടുകയല്ല വേണ്ടത്. എനിക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് സന്തോഷിക്കുകയാണ് വേണ്ടത്. അയൽപ്പക്കത്തെ കുട്ടിക്ക് കാറുണ്ട്, എനിക്കില്ല എന്ന് സങ്കടപ്പെടുന്നതിന് പകരം എനിക്ക് കിടക്കാനൊരു വീടുണ്ടല്ലോ, പഠിക്കാൻ പുസ്തകങ്ങളുണ്ടല്ലോ, സ്നേഹിക്കാൻ അച്ഛനും അമ്മയുമുണ്ടല്ലോ. ഇതൊക്കെ ഇല്ലാത്തവർ ലോകത്ത് ലക്ഷക്കണക്കിനുണ്ടല്ലോ. ഞാൻ അപ്പോൾ എത്ര ഭാഗ്യമുള്ള കുട്ടി എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ സംതൃപ്തി തോന്നും, പഠിക്കാനും തോന്നും. പരാതി പറയുന്നത് ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവരാണ്.
നിങ്ങൾ അത്തരം ഭീരുക്കളായി വളരാനാണോ ആഗ്രഹിക്കുന്നത്? അല്ല മാമ, ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ ഞങ്ങളുടെ സംശയം ചോദിച്ചു എന്നുള്ളൂ. എങ്കിൽ മാമൻ ഒരിക്കൽ കൂടി പറയാം. പഠിക്കാൻ തീവ്രമായ ആഗ്രഹമുണ്ടാകുമ്പോൾ തടസ്സങ്ങളൊക്കെ തടസ്സങ്ങളല്ലാതാകും, അസൗകര്യങ്ങളൊക്കെ അസൗകര്യങ്ങളല്ലാതാകും. നാം നമ്മുടെ മുഴുവൻ ഊർജവും പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കും. പഠനം ഒരു തരം തപസ്സായി മാറും. നമുക്ക് അപ്പോൾ ആഭരണങ്ങളിലോ വസ്ത്രങ്ങളിലോ ടിവിയിലോ ആഹാര സാധനങ്ങളിലോ കളികളിലോ ഒന്നും അമിതമായ താല്പര്യം തോന്നുകയില്ല. നമുക്ക് പഠനം കഠിനമായും തോന്നില്ല. നാം മറ്റു കാര്യങ്ങളെയൊക്കെ പുറകോട്ട് തള്ളിമാറ്റും. പഠനത്തിന് പരമപ്രധാനമായ സ്ഥാനം നൽകും. അങ്ങനെ പഠനമെന്ന തപസ്സിൽ നാം ലയിക്കും. പഠനത്തിൽ ആനന്ദമനുഭവിക്കും. പഠനം വഴി പടിപടിയായി വളരും. പിടിച്ചുപറിക്കാരായി നടന്ന കാട്ടാളച്ചെറുക്കൻ തപസ്സിലൂടെ വാൽമീകിയായി. ചിത്രശലഭപ്പുഴു പ്യൂപ്പയെന്ന ഘട്ടത്തിലൂടെ മനോഹരമായ ചിത്രശലഭമായി മാറുന്നു. നമ്മളും പഠനമെന്ന തപസ്സിലൂടെ നാം അറിയാതെ മാറും. വിവേകമുള്ളവരാകും, വിരുതുള്ളവരാകും, വിജയത്തിലേക്കുള്ള വഴിയെ മുന്നേറുന്നവരാകും. ശരിയായ പഠനം ആവേശകരമായ അനുഭവമാകുന്നു. പരീക്ഷ അപ്പോൾ അനായാസമാകുന്നു. പരീക്ഷയോടുള്ള പേടി അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നു. പക്ഷേ അതിന് തപസ്സു ചെയ്യുക തന്നെ വേണം. ആത്മവിശ്വാസത്തോടെ, അത്യുന്നതമായ ലക്ഷ്യബോധത്തോടെ, അതിതീവ്രമായ ആഗ്രഹത്തോടെ, ഒന്നാമനാകണമെന്ന ദൃഢനിശ്ചയത്തോടെ പതറാതെ പഠിച്ചാൽ, തപസ്സനുഷ്ഠിച്ചാൽ പരീക്ഷയിൽ ഉന്നത വിജയം തീർച്ചയാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരീക്ഷയെ പേടിക്കാതെ പഠനമെന്ന തപസ്സിൽ ലയിക്കൂ. ശരിയായി പഠിക്കൂ. ഉന്നതമായ വിജയം കരസ്ഥമാക്കൂ. മഹാത്മാഗാന്ധി ജനിച്ചപ്പോഴേ മഹാത്മാവല്ലായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹം നാണം കുണുങ്ങിയായിരുന്നു. ആത്മവിശ്വാസമില്ലാത്തവനായിരുന്നു. 4 പേരെ ഒന്നിച്ചു കണ്ടാൽ വായ തുറക്കാൻ ധൈര്യപ്പെട്ടിരുന്നുമില്ല. പ്രസംഗിക്കാൻ അറിയാനേ വയ്യായിരുന്നു. യുവാവായിരുന്നപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ. വക്കീൽ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും ഈ ആത്മവിശ്വാസമില്ലായ്മ നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് അത്യത്ഭുതകരമായ ഒരു മാറ്റം ആ യുവാവിലുണ്ടായി. പൊതുപ്രവർത്തനത്തിനിറങ്ങിയപ്പോൾ എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് സ്വന്തം വിശ്വാസങ്ങൾക്കു വേണ്ടി എന്തു ത്യാഗവും ചെയ്യാനുള്ള മനഃശക്തി അദ്ദേഹം നേടി. മനസ്സിലെ സംശയങ്ങളെ മാറ്റി, ലക്ഷ്യം ഉന്നതമാക്കി, മാർഗം ശുദ്ധമാക്കി നിലനിർത്തി. മനുഷ്യസേവനം മഹത്തായ തപസ്സാക്കി മാറ്റി. കഷ്ടപ്പാടിലൂടെ മനഃശക്തി കൂട്ടി. അങ്ങനെ ചിത്രശലഭപ്പുഴു ശലഭമായതുപോലെ ഗാന്ധി എന്ന യുവാവ് മഹാത്മാഗാന്ധിയായി. 10,000കണക്കിന് ജനങ്ങൾക്ക് മുമ്പിൽ പുഞ്ചിരിയോടെ നിന്ന് പ്രസംഗിക്കാനുള്ള കഴിവ് നേടി. 10,000ങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മഹാശക്തി നേടി. ലക്ഷ്യം ഉന്നതമാകുമ്പോൾ, മാർഗം ശുദ്ധമാകുമ്പോൾ, തപസ് ശക്തമാകുമ്പോൾ മനുഷ്യൻ മഹാത്മാവാകുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി.